നാൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ എടുക്കുകയാണ്. ഇന്ന് ഈ വീഡിയോ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരിതാണ്. കാരണം ഞാൻ ഏകദേശം ഒരു 5 വർഷത്തിൽ കൂടുതലായിരുന്നു, അല്ല ഏകദേശം ഒരു 4 വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ നിർത്തിവെച്ച എൻ്റെ ഒരു ജോലി ഇന്ന് ഞാനിവിടെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുവാണ്. ശരിക്കും എൻ്റെ ഹെൽത്ത് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടത് ഇനി ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നീ നിർത്താം എന്നുള്ളൊരു പ്ലാനിൽ നിന്നതാണ്. വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പെറ്റ്സിൻ്റെ ഗ്രൂമിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ബാക്ക് പെയിൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കത് പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല. ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത് നമ്മുടെ ലോറൻസ് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് പെറ്റ്സിൻ്റെ തന്നെ ഒരു ഡോക്ടറുണ്ട്. അപ്പോൾ സാറാണ് ശരിക്കും എന്നെ ഈ ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതും എനിക്കതിൽ കുറച്ച് പാഷൻ ഉള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് അതൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞ് സാറിൻ്റെ തന്നെ പേഷ്യൻസ് ആയിട്ടുള്ള പെറ്റ്സിനെ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതും എല്ലാം സാറാണ്. അപ്പോൾ ഇന്നും അതേപോലെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സാറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ആളുണ്ട്, അദ്ദേഹത്തിൻ്റെ പെറ്റിനെ നമുക്കൊന്ന് ഗ്രൂം ചെയ്യണം. അപ്പോൾ അത് അവർ പുറത്ത് പോലും മറക്കാണ്ട് അത്രയും കെയർഫുള്ളി ഭയങ്കര സ്നേഹിച്ച് വളർത്തുന്ന ഒരു പെറ്റാണ്. അപ്പോൾ അവിടേക്ക് പോയി ചെയ്യണം എന്ന് സാർ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത്രയും വർഷമായിട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ എൻ്റെ ട്രിമ്മേഴ്സും കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്യേണ്ട ടൈമായി. അപ്പോൾ എനിക്കത് ശരിക്കും സർവീസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അത് വോൾ ബ്രാൻഡിൻ്റെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഏറ്റവും നല്ല ട്രിമ്മറാണ്. പക്ഷെ അവർക്കിപ്പോൾ കറൻ്റ്ലി അതിൻ്റെ ബ്ലേഡ്സും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ട് എനിക്കത് ഈ ഒരു ടൈം ഗ്യാപ്പിൻ്റെ ഉള്ളിൽ എനിക്ക് റിപ്പയർ ചെയ്ത് കിട്ടിയില്ല. അതുകൊണ്ട് ചെയ്യാൻ പറ്റാണ്ട് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ ട്രിമ്മേഴ്സും സാധനങ്ങളും എല്ലാം അവർ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഇന്ന് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലം സർപ്രൈസാണ്. വീഡിയോ എടുക്കാൻ അലൗ ചെയ്താൽ ഈ വീഡിയോയിൽ ഞാൻ എവിടേക്കാണ് ഗ്രൂം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കാണിച്ചു. താങ്ക് യു. യെസ്, 4 हाँ नहीं बस थैंक यू. ओके वाम. അങ്ങനെ ഞങ്ങൾ സ്ഥലത്ത് എത്തുന്നതിന് മുന്നേയായിട്ട് ലോറൻസ് ഡോക്ടർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ ഫ്രണ്ടിൽ പോകുന്ന നാനോ കാറിൽ ലോറൻസ് ഡോക്ടർ ഉണ്ട്. അപ്പോൾ ഈ സ്ഥലത്തേക്ക് അങ്ങനെ എല്ലാവർക്കും ഒന്നും പെട്ടെന്ന് കയറി ചെല്ലാനായിട്ട് പറ്റത്തില്ല. അപ്പം ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് സ്ഥലം എത്തുമ്പോഴേക്കും മനസ്സിലാവും നമ്മൾ എവിടേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അവിടെ സാറ് വന്നാൽ മാത്രമേ നമുക്കും എൻട്രി കിട്ടുള്ളൂ. അങ്ങനെ സാർ ഇതേ ഫ്രണ്ടിൽ പോവാണ്. ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മളിത് ക്ലിഫ് ഹൗസിലാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം മുഖ്യമന്ത്രി സാറിൻ്റെ വാസസ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മളിന്ന് ഗ്രൂമിങ് ചെയ്യുന്നത്. അപ്പോൾ സാറിൻ്റെ ഫേവറേറ്റ് പെറ്റ് ഇപ്പോൾ എൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഗ്രൂമിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴും എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയൊരു കാര്യമുണ്ട്. ഇത് ഞാൻ ഒരുപാട് ഷിറ്റ്സുവിനെ ഗ്രൂം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഇത്ര ഒബീഡിയൻ്റ് ആയിട്ട് വെറുതെ ഇങ്ങനെ ഗ്രൂമിങ്ങിന് വേണ്ടി ഇരിക്കുന്ന ഒരാളെ കണ്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അതുപോലെ തന്നെ സാറിൻ്റെ വൈഫാണെങ്കിലും മോളാണെങ്കിലും സ്റ്റാഫുകളാണെങ്കിലും എല്ലാം തന്നെ കൂടെ വന്ന് നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ലോറൻസ് ഡോക്ടർ.
കൊണ്ടുപോകില്ല. കൊണ്ടുപോകുന്നുള്ള പേടിയായിരിക്കും. ഇങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പോകുകയാണ്. അങ്ങനെ ഞങ്ങൾ ഗ്രൂമിങ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്ക് സാറിൻ്റെ വൈഫ് ഞങ്ങൾക്ക് കോഫിയും ചായയൊക്കെ തന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ തിരിച്ചു വിട്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.